ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാർ കമ്പനിക്കാരുടെ ലോകത്തെ ഐഫോൺ എന്ന് വിളിക്കുന്ന ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിച്ച ടെസ്ല കാറുകളെ കുറിച്ചാണ്. ഇവരുടെ കാറുകളിൽ എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ എന്ന് ഒളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒരു ഡ്രൈവ് പോകാം. ടെസ്ല ഇലക്ട്രിക് കാർ. ഞങ്ങളിപ്പോൾ ഇവിടെ ഹൂസ്റ്റണിലാണ് ഉള്ളത്. രയിച്ചായൻ്റെ സിസ്റ്ററിൻ്റെ മോൻ്റെ വീട്ടിലാണ്. അപ്പം ഇതാണ് ഇലോൺ മസ്കിൻ്റെ ടെസ്ല കാറ്. ഇന്ന് ഞങ്ങളുടെ കറക്കം ഈ ടെസ്ലയിൽ ഹൂസ്റ്റണിൽ കുറച്ച് വില്ലാസിൻ്റെ ഇടയിൽ കൂടെ ഒരു യാത്രയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കാണാം. പിന്നെ അതുകൂടെ ടാക്സിന്റെ കാര്യം മറക്കും. പേയ്മെന്റ് അല്ലാതെ ടാക്സ് കൊണ്ട് ഇതിനകത്തൊരു വീടുണ്ട്. ഇത് പോട്ട് ഇതൊരു സ്ഥലമാണെന്ന് വെച്ചോട്ടോ. എന്നിട്ട് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അതിന് വിളിക്കുന്ന ഐലൻഡ് എന്ന് തന്നെയാണ്. അവിടുത്തെ വീടൊക്കെ നോക്കിയാണ്. ആ സൈസ് ഉണ്ട് അവിടുത്തെ. തിരിച്ചൂടെ അങ്ങോട്ട് നോക്കണം. ഇതുണ്ട്, ആ കോർണറൊക്കെ ഉണ്ട്. വീടുണ്ട് ഫുള്ളായിട്ട് വണ്ടി. പക്ഷെ അതിന് ലെയിൻ ഷിഫ്റ്റിംഗ് ഇല്ല, പക്ഷേ കീപ്പ് ചെയ്യും. സോ ഗസ് വാട്ട്, ഡാലസ് ഇപ്പൊ ഒന്നും വലിയതായിട്ടൊന്നും ടേൺ ഇല്ലല്ലോ. കംപ്ലീറ്റ്ലി സ്റ്റോപ്പ്. യു കം ടു സ്റ്റോപ്പ് ആൻഡ് യു സ്റ്റാർട്ട് അഗൈൻ. അതേ ഉണ്ടായിരുന്നു അതിനകത്ത്. അതായിരുന്നു പക്കി കൊച്ചായിട്ട് ഇരിക്കുക. പുറകിൽ ആശയിരിപ്പുണ്ട്. ഞാൻ എന്ന് പറഞ്ഞ് നോക്കൂ എത്ര വരെ നിർത്തുന്നു. ഞാൻ എന്റെ കാലിങ്ങനെ റെഡിയാ ബ്രേക്ക് ഔട്ടാൻ. സ്റ്റോപ്പ്. പക്ഷെ that works, right? തുടങ്ങിയ സമയത്ത് 2009 അത്. ഇതിപ്പോ വണ്ടി തന്നെയല്ലേ നിന്നത്? തന്നെ നിന്നാ. അതിങ്ങനെ അവിടെ ചെന്നിട്ട് ക്രീപ്പ് ചെയ്യും, സിഗ്നലൊക്കെ ഇട്ട്. എത്ര ദൂരമുണ്ട്? 5 മിനിറ്റ് ദൂരം. സോ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ട്. ക്വാളിറ്റി, റൈഡ് ക്വാളിറ്റിയും എയർ സസ്പെൻഷൻ ആയതിന്. ഇപ്പം സസ്പെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് പൊക്കാം, താക്കാം, തന്നെ അഡ്വാൻസ്. നമുക്ക് ഡിഫറെന്റ് സെറ്റിംഗ്സ് ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അല്ല, ഈ ഇതിന്റെ ഓട്ടോമോട്ടീവ് ഡ്രൈവിംഗ് എല്ലാം സെയിം ആണ്. ലൈറ്റ് വന്നപ്പം തന്നെ പോവല്ലേ? ആ സ്ക്രീനെ കാണിക്കുന്നത് അത് സാറ്റലൈറ്റിൽ നിന്നാണോ? ഇതോ? No, it's all this cameras. All the cameras read ചെയ്യുന്നത്. It's live data. ഇങ്ങനെ നോക്കുക. അത് വെച്ചാണ് ഇത് പഠിക്കുന്നത്, റൈറ്റ്? ഇപ്പൊ എന്താണ് നടക്കാൻ പോകുന്നുള്ളത്. ഈ വണ്ടിക്ക് സർവീസിന് കൊടുത്തപ്പോൾ അതിന് ഫുൾ ഉണ്ടായിരുന്നത് സെൽഫ് ഡ്രൈവിംഗ് കേപ്പബിലിറ്റി എല്ലാം സെയിം ആണ്. Yeah, but it changes with different models. ഇപ്പൊ എന്റെ മോഡൽ ഇറങ്ങി കഴിഞ്ഞിട്ട് തന്നെ ഇപ്പൊ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ അത് സ്ട്രിക്ട്ലി ക്യാമറാസ് യൂസ് ചെയ്താണ്. ലൈഡാർ ഇതിനകത്തുണ്ട്. ഇറ്റ്സ് ചേഞ്ചിങ്. സോ ചിലപ്പോൾ അത് ഡീആക്ടിവേറ്റഡ് ആയിരിക്കും ആക്ച്വൽ യൂണിറ്റ്. ടെസ്ലയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിൻ്റെ ഓട്ടോ പൈലറ്റ് ഫീച്ചറാണ്. കാറിലുള്ള ക്യാമറകളും സെൻസറുകളും ഉപയോഗിച്ച് വണ്ടിക്ക് സ്വയം ലൈൻ മാറിപ്പോകാനും ബ്രേക്ക് ഇടാനും പാർക്ക് ചെയ്യാനും സാധിക്കും. അത് നോക്കാം, അത് തന്നെ ഡിസൈഡ് ചെയ്യാം. നല്ലതായിട്ട് കൊളുത്തി. ടേക്ക് ഓഫ് മോഡ് ഉണ്ട്, വേണം കാണിച്ചു തരാം. നമുക്ക് റോളർ കോസ്റ്റർ ഏരിയക്ക് തരാം. എവിടെ ഉണ്ട് ലോഞ്ച് മോഡ്. ഇവർക്ക് നമ്മള്
കണ്ണും നേരെ ഉണ്ടാകണമെന്നേ ഉള്ളൂ. അവരിത് ഓണസ്റ്റ്ലി ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, റൈറ്റ്? സോ ഈ ക്യാമറ സെൻസീവ് ആണ്. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഫോണിൽ കുനിഞ്ഞ് നിൽക്കുവാണെങ്കിൽ ടെൽ മീ ടു എൻഗേജ്, റൈറ്റ്? സ്റ്റിയറിംഗ് പിടിക്കണം, അങ്ങനെയില്ല. സ്റ്റിയറിംഗ് പിടിക്കണം. സോ ഇറ്റ് നീഡ്സ് ടു നോ ദാറ്റ് യു ഡ്രൈവിംഗ്, റൈറ്റ്? നമ്മൾ എൻഗേജ് ചെയ്യണം എന്നുള്ള കാണണം. അല്ല, ഇപ്പൊ സ്റ്റിയറിംഗ് പിടിക്കുന്നില്ലല്ലോ. ഇല്ല, അത് പറയാം, അതിനറിയാം. ഇപ്പൊ ഞാനിപ്പോ ഒരു ഫോൺ എടുത്തപ്പോ അപ്ലൈ ഫ്ലാഷ് ചെയ്യുന്നുണ്ടോ? അതല്ല. സോ if you are looking forward, then do you need to hold the... It would sense after some time. ഒരു കുറച്ച് നേരം ഡ്രൈവിന് പോകുമ്പോൾ it will sense. ഒത്തിരി നേരം ഒന്നും അൺഎൻഗേജ്ഡ് ആയിട്ട് ഒക്കത്തില്ല, റൈറ്റ്? ബിക്കോസ് ഇറ്റ് നീഡ്സ് ടു നോ ദാറ്റ് യു ആർ. അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയാണ് ഒത്തിരി ആക്സിഡന്റ്സ് നടക്കുന്നത്, റൈറ്റ്? ആൾക്കാർ കൊണ്ടിരിക്കുന്നത് അവര് പേയിങ് അറ്റൻഷൻ ടു ഇറ്റ്, റൈറ്റ്? സോ ഈ ഓൾവേസ് സ്റ്റോപ്പ് ഒക്കെ വരുമ്പോഴേ അപ്പുറത്തെ വണ്ടി so he'll decide. So right of way വെച്ച് ഇങ്ങനെ decide ചെയ്ത് yeah, so അമ്മ കയറിയില്ലായിരുന്നല്ലോ. മറ്റേനകത്ത് ഇന്നാള് കയറിയില്ല. അല്ല, അത് അതിനകത്ത് ഇതുകൊണ്ട് ഡാഷ്ബോർഡിൻ്റെ നടുവിലായി ഒരു വലിയ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉണ്ട്. ആ ഒരു ഡിസ്പ്ലേയിൽ കൂടിയാണ് ഇതിൻ്റെ AC മാറ്റുന്നത്, ഗ്ലൗ ബോക്സ് തുറക്കുന്നത്, വണ്ടിയുടെ വേഗത അറിയുന്നതും ഈ ഒരു സ്ക്രീൻ വഴിയാണ്. ഈ സ്ക്രീനാണ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. സാധാരണ മറ്റു കാറുകളിലെ പോലെ ഒത്തിരി ബട്ടണോ കാര്യങ്ങളോ നോബ്സ് ഒന്നും ടെസ്ലയിലില്ല. ഹലോ സുഭാഷ്, വന്നോണ്ടിരിക്കുകയാണേ. ലൈച്ചാനും ജയന്റെയും അലനും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ഹെഡ്സപ്പ് ലൈച്ചാനൊക്കെ ഉണ്ടെന്ന് പറയായിരുന്നു കൂടെ. ഓക്കെ എന്നാ ഓക്കെ ബൈ. അതാ ഞാൻ പറഞ്ഞ ടാർഗറ്റിനെ പറ്റിയെന്ന് പറഞ്ഞത്. അല്ല, ഇതിന്റെ ഒന്നും ഗ്ലാസ് റിട്രാക്റ്റബിൾ അല്ല, ഓപ്പൺ ചെയ്യത്തില്ല. ലെഫ്റ്റിലേക്ക് തന്നെ തിരിയുമോ? ഇല്ല, നേരെ പോവാം. നമ്മൾ നേരെ തിരിയാം. പക്ഷെ ഇപ്പം നമുക്ക് നേരെ പോകണ്ടേ, നമ്മുടെ നാവിഗേഷൻ അങ്ങോട്ടാണ്. എന്നാലും വളവ് തിരിയുന്നുണ്ട്, തന്നെ തിരിഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ? So he'll decide. So right of way വെച്ച് ഇങ്ങനെ decide ചെയ്ത് ഇത് ഒരു കാർ എന്നതിലുപരി ഇതൊരു കമ്പ്യൂട്ടർ തന്നെയാണ്, ടെസ്ല കാർസ്. ഇതിനകത്ത് എപ്പം വേണമെങ്കിൽ നമ്മൾ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്ത് ഇതിൻ്റെ പെർഫോമൻസ് കൂട്ടാനും പുതിയ ഫീച്ചറുകൾ ആഡ് ചെയ്യാനും പറ്റും. അതിന് സർവീസ് സെൻറ്ററിൽ പോകേണ്ട ആവശ്യമില്ല, ഓൺലൈനിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കണ്ടാൽ തോന്നും അവരുടെ വീട്ടിലോട്ട് പോകുമ്പോഴും ലൈക്ക് ഇങ്ങനത്തെ ഒരു ഓൾഡർ ഇതാ നിങ്ങൾ അടുത്ത ദിവസം പോകുമ്പോഴേ നമ്മുടെ കടയിൽ അവരുടെ ഓൾഡർ കമ്മ്യൂണിറ്റിയാ. അപ്പം ഇതാണ് അവരുടെ വീട്, ആ കോർണർ ഇരിക്കുന്നത്. ഇതായിരുന്നു ഡെഡ് എൻഡ്, ഇവിടുന്ന് തീർന്നായിരുന്നു. ഇതായിരുന്നു വീട്, ഇതായിരുന്നു വീട്, റൈറ്റ്? ഇതായിരുന്നു ഒറിജിനൽ. ഈ ലെഫ്റ്റിലുള്ള വീടുകളൊക്കെ ഉണ്ടല്ലോ, ഹാലോവീൻ സമയത്ത് ക്രിസ്മസ് സമയത്തൊക്കെ ഭയങ്കര ട്രഡീഷണൽ അടിക്ക് നമുക്ക് ആൾക്കാരുടെ ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടില്ല കൂടെ പോകുന്നത്. ഓരോ വീടുകൾ കയറി ട്രീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മുടെ പുള്ളിയുടെ വീട് ഇങ്ങോട്ട് ലെഫ്റ്റ് ഇവിടെയായിരുന്നു ആശയുടെ അങ്കിള് പറഞ്ഞ അങ്കിള് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവരെ ഉള്ളായിരുന്നു മാറി താമസിച്ചത് അന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു സിയാന വരുന്ന പറഞ്ഞ് 20 മിനിറ്റ് എടുക്കും. ഇപ്പൊ എല്ലാ സിയാനയിലോട്ടാണ് എല്ലാവരും വരുന്നത് അല്ലേ?
അപ്പൊ ഈ റോഡ് ഉണ്ട് രാജ, അങ്ങോട്ട് റെയിൽവേ പാളാണ് അടി കൂടെ. അങ്ങോട്ട് വരുമ്പോ അവിടെയാണ് അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ, അതായിരുന്നു അവിടുത്തെ കമ്മ്യൂണിറ്റി. അങ്ങോട്ടൊന്ന് പോകും കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയില്ല. ഇപ്പൊ നിങ്ങൾ ഈ വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാം. ഇതായിരുന്നു ചേച്ചിയുടെ വീട്. കണ്ടിട്ട് ഇതുകൊണ്ട് ഇങ്ങോട്ട് ഡ്രൈവ് ഇങ്ങോട്ടും നടത്തും. ചേച്ചി അങ്ങോട്ട് പോയാ ചേച്ചി. കാറ് കിടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാം തുറന്നിരുന്നിട്ട് ഒരു ടോയ് കാറ് പോലെ തോന്നുന്നു അല്ലേ? ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എൻ്റെ ഡിക്കി സ്പേസ്, ദാറ്റ് മീൻസ് വളരെ സ്റ്റോറേജ് സ്പേസ് അവിടെയുണ്ട്. സൈഡിലേക്ക് തുറക്കുന്നതിന് വരെ അത് മുകളിലേക്ക് തുറക്കുന്നു. അതേപോലെ തന്നെ സൈഡിൽ വേറെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്താൽ പോലും അതിന് ഡിസ്റ്റർബൻസ് ഇല്ലാതെ അത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ നമ്പർ KL4. നാട്ടിലെ മാന്നാറുകാരനായതുകൊണ്ട് KL4 റിക്വസ്റ്റ് ചെയ്ത് മേടിച്ചിരിക്കുന്നതാണ്. അമേരിക്കയിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, നമുക്കിഷ്ടമുള്ള നമ്പർ പേരിലൊക്കെയും എടുക്കാൻ പറ്റും. ഇതിൻ്റെ നമ്പർ പ്രത്യേകിച്ച് KL4. മറ്റൊരു അമേരിക്കൻ കാഴ്ചകളുമായി വീണ്ടും നമുക്ക് കാണാം. തുടർന്നും കാണുക. താങ്ക് യു.